ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആ വലിയ സാമ്പത്തിക ഹീറോ ഇല്ലേ, GDP, അതിനെ വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോ ആരാണ് ഈ ഇക്കണോമിക്സിലെ ഏറ്റവും വലിയ ഹീറോ? ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളെപ്പോഴും പത്രങ്ങളിലും ടിവിയിലുമൊക്കെ കേൾക്കുന്നൊരു പേരാണിത്. അതെ, അത് GDP തന്നെയാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷെ സിമ്പിളാണ്. നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ശരി, ഈ വലിയൊരു കോൺസെപ്റ്റ് നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടി നേരെ അബുവിന്റെ ഗ്രാമത്തിലേക്കൊന്ന് വിട്ടാലോ? ആ കഥയിലൂടെ നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോ അബുവിന്റെ ഗ്രാമത്തിൽ അബുവിന്റെ ഒരു ചായക്കട മാത്രമല്ല കേട്ടോ ഉള്ളത്. അവിടെ ഒരു കർഷകനുണ്ട്, പിന്നെ ഒരു തുണി കച്ചവടക്കാരനുണ്ട്, അതുപോലെ ഒരു ഡോക്ടറുമുണ്ട്. ഇവരെല്ലാം ചേരുന്നതാണ് ആ ഗ്രാമത്തിലെ ഒരു സമ്പദ്വ്യവസ്ഥ. അപ്പം നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഒരു വർഷം കൊണ്ട് ഈ ഗ്രാമം മൊത്തത്തിൽ എന്തൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തൊക്കെ ഉൽപ്പാദിപ്പിച്ചു? ഇതിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിന്റെ ഉത്തരം ശരിക്കും വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അബു വിറ്റ ചായയുടെ മൊത്തം വിലയെടുക്കുക, കർഷകൻ വിറ്റ നെല്ലിന്റെ വിലയെടുക്കുക, തുണിക്കടക്കാരന്റെ വസ്ത്രങ്ങളുടെ വില, പിന്നെ ഡോക്ടർക്ക് ഫീസായി കിട്ടിയ പൈസ, ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ കിട്ടുന്നതാണ് ആ ഗ്രാമത്തിന്റെ ആകെ സാമ്പത്തിക ഉൽപ്പാദനം. ഇനി ഇതേ ഐഡിയ നമ്മൾ ഈ ചെറിയ ഗ്രാമത്തിനു പകരം ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ ചിന്തിച്ചാലോ? അതാണ് സിമ്പിളായി പറഞ്ഞാൽ GDP. അതായത് ഒരു നിശ്ചിത കാലയളവിൽ, സാധാരണയായി ഒരു വർഷത്തിനുള്ളിൽ, ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫൈനൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം. പക്ഷേ ഈ GDP കണക്കു കൂട്ടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, അല്ലെങ്കിൽ കണക്കൊക്കെ തെറ്റിപ്പോകും. അതിനാണ് ഈ 3 പ്രധാനപ്പെട്ട നിയമങ്ങളുള്ളത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഒന്നാമത്തേത് അതിർത്തിക്കുള്ളിൽ എന്നുള്ളതാണ്. അതായത് അബു നമ്മുടെ ഇന്ത്യയിലുള്ള ഗ്രാമത്തിൽ ചായ വിറ്റാൽ അത് തീർച്ചയായും ഇന്ത്യയുടെ GDPയിൽ വരും. പക്ഷേ അബു നാളെ ഗൾഫിൽ പോയിട്ടാണ് ചായക്കട തുടങ്ങുന്നതെങ്കിലോ? അത് ഇന്ത്യയുടെ GDPയിൽ നമ്മൾക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ആ പണം ഉണ്ടാക്കിയത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്താണ്. സിമ്പിൾ അല്ലേ? ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം: നമ്മൾ എന്തിനാണ് അന്തിമ സാധനങ്ങൾ, അതായത് ഫൈനൽ ഗുഡ്സ് മാത്രം കണക്കിലെടുക്കുന്നത്? ഇപ്പോൾ അബു ചായ ഉണ്ടാക്കാൻ പാലും പഞ്ചസാരയുമൊക്കെ വാങ്ങിയില്ലേ, ആ പൈസ എവിടെ പോയി? അതിന്റെ കാരണം ഇരട്ടക്കണക്ക്, അല്ലെങ്കിൽ ഡബിൾ കൗണ്ടിംഗ് ഒഴിവാക്കാനാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ വാങ്ങുന്നൊരു ചായയുടെ 10 രൂപയിൽ പാലിന്റെയും പഞ്ചസാരയുടെയും വില ഓൾറെഡി ഉൾപ്പെട്ടിട്ടില്ലേ? അപ്പോ നമ്മൾ പാലിന്റെ വിലയും പഞ്ചസാരയുടെ വിലയും പിന്നെ ചായയുടെ വിലയും വെവ്വേറെ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ഒരേ സാധനത്തിന്റെ വില 2 തവണ കൂട്ടുന്ന പോലെയാവും. അത് കണക്ക് തെറ്റിക്കും. ഓക്കേ, അപ്പോ ഒരു രാജ്യത്ത് എന്തൊക്കെയുണ്ടാക്കുന്നു എന്ന് എങ്ങനെ അളക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഈ ഉണ്ടാക്കിയ സാധനങ്ങളിൽ നിന്നുള്ള പണം അബുവിന്റെ ഗ്രാമത്തിലൂടെ എങ്ങനെയാണ് ഒഴുകി പലരുടെയും വരുമാനമായി മാറുന്നതെന്ന് നോക്കിയാലോ? ഈ വരുമാനം അളക്കാൻ ശരിക്കും പറഞ്ഞാൽ 3 വഴികളുണ്ട്. അതിൽ ആദ്യത്തേത് വളരെ എളുപ്പമാണ്, നമ്മൾ നേരത്തെ സംസാരിച്ച ഒന്ന് തന്നെ: പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം തന്നെ. ഗ്രാമത്തിലുണ്ടാക്കിയ ചായ, നെല്ല്, തുണി, അങ്ങനെ എല്ലാ ഫൈനൽ പ്രൊഡക്റ്റുകളുടെയും വില കൂട്ടിയെടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ശരി, ഇനി ഇതേ കണക്കിലേക്ക് നമുക്ക് വേറൊരു ആംഗിളിലൂടെ നോക്കാം. അതാണ് വരുമാന രീതി, അല്ലെങ്കിൽ ഇൻകം മെത്തേഡ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ സാധനങ്ങളൊക്കെ വിറ്റ് കിട്ടിയ പണം ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോയത്? ആരുടെയൊക്കെ വരുമാനമായി മാറി? അപ്പോ അതിലെ കടയിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടാവും, കടമുറിയുടെ ഉടമയ്ക്ക് വാടക കൊടുത്തിട്ടുണ്ടാവും, ബിസിനസ്സിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന് പലിശ കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളത് അബുവിന്റെ ലാഭം അല്ലേ? അപ്പൊ കണ്ടില്ലേ, ഈ ശമ്പളം, വാടക, പലിശ, ലാഭം ഇതെല്ലാം കൂടെ ചേർത്താൽ നമുക്ക് കിട്ടുന്നതും രാജ്യത്തിന്റെ മൊത്തം വരുമാനം തന്നെയാണ്. അതായത് പ്രൊഡക്ഷന്റെ അതേ മൂല്യം. ഓക്കെ, അപ്പം നമ്മൾ പ്രൊഡക്ഷൻ സൈഡ് നോക്കി, ഇൻകം സൈഡ് നോക്കി. ഇനി ഒരു ആംഗിൾ കൂടെ ബാക്കിയുണ്ട്. ആരാണ് ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വാങ്ങാനായി പണം ചെലവാക്കിയത്? അതാണ് നമ്മുടെ മൂന്നാമത്തെ രീതി: എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചിലവ് രീതി. ഇവിടെ നമ്മൾ രാജ്യത്തെ മൊത്തം ചിലവാണ് കണക്കാക്കുന്നത്. അതിൽ പ്രധാനമായും 4 കാര്യങ്ങളുണ്ട്. ഒന്ന് സി, അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ സാധനങ്ങൾ വാങ്ങാൻ ചിലവാക്കുന്ന പണം. 2 ഐ, അതായത് കമ്പനികൾ പുതിയ മെഷീനുകൾ വാങ്ങാനും ഫാക്ടറികൾ കെട്ടാനുമൊക്കെ നടത്തുന്ന നിക്ഷേപം. 3 ജി, അതായത് നമ്മുടെ ഗവൺമെന്റ് റോഡ് പണിയാനും ശമ്പളം കൊടുക്കാനുമൊക്കെ ചിലവാക്കുന്നത്. പിന്നെ അവസാനം X-M, അതായത് നമ്മുടെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് രാജ്യത്ത് മൊത്തം ചിലവ് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ,
ഈ ടേബിളെല്ലാം ഒന്നുകൂടെ ക്ലിയറാക്കും. പ്രൊഡക്റ്റ് മെത്തേഡ് മൊത്തം ഉൽപ്പാദനം അളക്കുന്നു. ഇൻകം മെത്തേഡ് ആ പണം ആർക്കൊക്കെ വരുമാനമായി കിട്ടിയെന്ന് നോക്കുന്നു. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആരാണ് ആ പണം ചിലവാക്കിയതെന്ന് നോക്കുന്നു. ഇവിടെയാണ് ഇക്കണോമിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആശയം വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരാളുടെ ചിലവ് അതെപ്പോഴും മറ്റൊരാളുടെ വരുമാനമായിരിക്കും. ഇതിനെയാണ് നമ്മൾ സർക്യുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഒരു ചക്രം പോലെ പണം സമ്പദ്വ്യവസ്ഥയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ 3 രീതിയിൽ കണക്കാക്കിയാലും അവസാനം കിട്ടുന്ന ഉത്തരം ഒന്നാവുന്നത്. സംഭവം കൊള്ളാമല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് GDP? ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസ് കാർഡാണെന്ന് പറയാം. നമ്മുടെ രാജ്യം സാമ്പത്തികമായി വളരുന്നുണ്ടോ അതോ താഴോട്ടു പോവുകയാണോ എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ളൊരു ടൂൾ. ശരി, അപ്പോൾ ഒരു രാജ്യത്തിന്റെ റിപ്പോർട്ട് കാർഡ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി അടുത്തതായി എന്തുകൊണ്ടാണ് ഈ സാധനങ്ങൾക്ക് വില കൂടുന്നത് അഥവാ പണപ്പെരുപ്പത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ?